ഇതാ ഇപ്പോൾ സുൽത്താൻപേട്ട ഗവൺമെൻറ് LP സ്കൂളിൽ തനേഷ് തമ്പി ഉണ്ട്. തനേഷ്, ഈ ബൂത്തിൽ ആ ബൂത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരുപക്ഷെ ഈ ഇരട്ട വോട്ടിൻ്റെ ആരോപണം ഉണ്ടാകുമ്പോൾ ഇരട്ട വോട്ട് ആരോപണം നേരിടുന്ന BJPയുടെ ജില്ലാ അധ്യക്ഷൻ വോട്ട് ചെയ്യാനെത്തുന്ന ബൂത്ത് കൂടിയാണത്. ഏതെങ്കിലും തരത്തിൽ പ്രശ്നബാധിതമാണോ തനേഷ്? ഹാഷ്മി, മറ്റ് റിപ്പോർട്ടർമാരൊക്കെ വലിയ തിരക്കിൻ്റെ കഥകൾ പറയുമ്പോൾ വളരെ നിരാശാജനകമായ ഒരു അന്തരീക്ഷമാണ്. ഇവിടെ ആകെ മാധ്യമപ്രവർത്തകരും ഈ പോളിംഗ് ഏജന്റുമാരും പോളിംഗ് ഉദ്യോഗസ്ഥരും മാത്രമേ ഉള്ളൂ. വല്ലപ്പോഴും വരുന്ന ഒന്നോ രണ്ടോ വോട്ടർമാർ, അവർ ശരിക്കും പറഞ്ഞാൽ ഈ മഴ കാത്ത് കഴിയുന്ന വേഴാമ്പലിനെ പോലെയാണ് ഇവിടെ ഉദ്യോഗസ്ഥരൊക്കെ. വല്ലപ്പോഴുമാണ് ഒരാൾ വരുന്നത്. കാരണം നമുക്ക് കാണാം, ഒരു വലിയ വിജനതയാണ്. കുറേ മാധ്യമപ്രവർത്തകർ മാത്രം, അതായത് ഇവിടെ ഉള്ള ഉദ്യോഗസ്ഥരെക്കാൾ അധികം മാധ്യമപ്രവർത്തകർ ഇവിടെ ഉണ്ട്. അതല്ലാതെ വിജനമായ ഒരു അന്തരീക്ഷം എന്ന് തന്നെ പറയാം. ഇത് പാലക്കാടിൻ്റെ നഗര ഹൃദയമാണ്. ഇവിടെ എന്തുകൊണ്ട് ഇങ്ങനെയൊരു വിമുഖത വോട്ടർമാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതിനകത്തൊരു എന്താണ് അതിൻ്റെ ഒരു കാരണം എന്നുള്ളത് ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അതൊക്കെ ചിലപ്പോൾ പ്രസക്തമായ ചോദ്യങ്ങളായി മാറിയേക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. എന്തായാലും ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ബൂത്തിൻ്റെ പ്രത്യേകത, എന്തുകൊണ്ട് ഈ വിജനമായ ബൂത്തിൽ മാധ്യമപ്രവർത്തകർ തമ്പടിച്ചിരിക്കുന്നു എന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ BJP ജില്ലാ പ്രസിഡന്റ് KM ഹരിദാസ്, അദ്ദേഹം വോട്ട് ചെയ്യാനെത്തുന്ന സ്ഥലമാണ്. CPIM നേരത്തെ തന്നെ KM ഹരിദാസിനെതിരെ ആരോപണം ഉന്നയിച്ചിരുന്നു. ഇരട്ട വോട്ടുണ്ട് എന്നുള്ളതാണ് KM ഹരിദാസിനെതിരെയുള്ള ആരോപണം. ആ ആരോപണം ഉള്ളതുകൊണ്ട് തന്നെ തടയും എന്നുള്ള ചില പ്രഖ്യാപനങ്ങളൊക്കെ ആ ഘട്ടത്തിൽ CPIMൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങളോ സംഘർഷമോ ഉണ്ടാകുമോ എന്ന ഒരു ഭയം പൊതുവിലുണ്ടായിരുന്നു. അതുകൊണ്ട് വലിയ സുരക്ഷയൊക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ അതിനനുസരിച്ചിട്ട് മറ്റാളുകളൊന്നും ഇവിടെയില്ല. എന്തായാലും ചലഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ CPIMൻ്റെയോ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെയോ ഏജന്റ് ചലഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇരട്ട വോട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ സത്യവാങ്മൂലം എഴുതി അദ്ദേഹത്തെ വോട്ട് ചെയ്യാൻ അനുവദിക്കുക എന്നുള്ളതാണ് നടപടിക്രമം. അത് തന്നെയായിരിക്കും ഇവിടെ ഉണ്ടാവുക. മറ്റേതെങ്കിലും തരത്തിലുള്ള സംഘർഷത്തിനോ അല്ലെങ്കിൽ അങ്ങനെ ഭയപ്പെടുന്ന ഏതെങ്കിലും കാര്യത്തിനോ ഒന്നും തന്നെ യാതൊരു പ്രസക്തിയുമില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും നഗരഹൃദയത്തിൽ ഇവിടെ ഈ ബൂത്തിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട് എന്നുള്ളത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ നഗരഹൃദയത്തിലെ ഈ ബൂത്തിൽ എന്തുകൊണ്ട് ഇത്ര ശുഷ്കമായ പോളിംഗ് നടക്കുന്നു എന്നുള്ളതൊരു വലിയ ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്. അത് തന്നെയാണ് ഇവിടെ വരുമ്പോൾ നമ്മളെയും അത്ഭുതപ്പെടുത്തുന്നത്. ഓക്കെ, തനേഷ് തമ്പിയാണ്. നേരത്തെയും ദീപക് ധർമ്മടം നിന്നതും ഒരു നഗരഹൃദയത്തിലെ പോളിംഗ് ബൂത്തിലാണ്. അവിടെയും ഇത്തരത്തിലുള്ള വോട്ടർമാരുടെ നില കാണാതിരിക്കുന്നു. നഗരഹൃദയത്തിൽ എന്താണ് സംഭവിക്കുന്നത്? പാലക്കാട് നഗരസഭയാണ്, അത് ഭരിക്കുന്നത് BJP ആണ്. BJPക്ക് കഴിഞ്ഞ തവണയൊക്കെ വലിയ പോളിംഗ് ശതമാനം ഉയർത്താൻ കഴിഞ്ഞ സ്ഥലമാണ് ഈ പറഞ്ഞ പാലക്കാട് നഗരസഭാ മേഖല. ആ മേഖലയിൽ BJPക്ക് മാത്രമല്ല LDFനും UDFനും ഒക്കെ അത്യാവശ്യം വോട്ടുള്ള സ്ഥലമാണ് ഈ പറഞ്ഞ പാലക്കാട് നഗരസഭ നഗരമേഖല. അപ്പോൾ ആ നഗരമേഖലയിൽ എന്തുകൊണ്ടാണ് വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക് രാവിലെ എത്താത്തത് എന്നൊരു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. അത് ഉറപ്പായും രാഷ്ട്രീയ ചോദ്യം, വേറെ അർത്ഥത്തിൽ രാഷ്ട്രീയ ചോദ്യം കൂടിയാണ്. നമുക്കറിയില്ല, നമുക്കത് പറയാനായിട്ടില്ല ഇപ്പോഴും. അങ്ങോട്ട് മുന്നോട്ടുള്ള സമയം പുരോഗമിക്കുമ്പോൾ മാത്രമേ അവിടെയും വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നു എന്ന കാര്യം കൃത്യമായി പറയാൻ കഴിയുകയുള്ളൂ.